പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ നന്നായിട്ട് പഠിച്ചു. കൈനമാറ്റിക്കൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചു. അത് ഓരോ ഇക്വേഷനും 3 ഇക്വേഷൻസ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻസ് ആയിരുന്നു. ആ 3ഉം നമ്മൾ ഡിറൈവ് ചെയ്യാനടക്കം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മളൊരു 4th ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ്, ഒരു യൂണിഫോം ആക്സലറേഷനിൽ മൂവ് ചെയ്തിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ, അത് നമ്മൾ പഠിച്ചു അല്ലേ. SN = U + ½ A × 2n - 1 എന്ന ഇക്വേഷൻ, അതിൻ്റെ ഡെറിവേഷൻ അടക്കം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നിർബന്ധമായും ഫോളോ ചെയ്തിരിക്കേണ്ട കണ്ടീഷനൊക്കെ നമ്മൾ പറഞ്ഞു. എന്തായിരുന്നത്? ആക്സലറേഷൻ മസ്റ്റ് ബി യൂണിഫോം. ഇനി യൂണിഫോം ആക്സലറേഷനുള്ള ഏറ്റവും നല്ല ഒരു എക്സാമ്പിളാണ് മോഷൻ അണ്ടർ ഗ്രാവിറ്റി, ഫ്രീ ഫോൾ അല്ലേ. ഫ്രീ ഫോൾ മാത്രമല്ല, മോഷൻ അണ്ടർ ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മാത്രം മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം അതിൻ്റെ ആക്സിലറേഷൻ യൂണിഫോമാണ് എന്ന് നമുക്ക് സംസാരിക്കാം, എസ്പെഷ്യലി എർത്തിനോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ സംസാരിക്കാൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയാണ്. അപ്പോൾ മോഷൻ അണ്ടർ ഗ്രാവിറ്റി, അതായത് എർത്തിൻ്റെ സർഫസിനോട്, അത് കിലോമീറ്ററുകൾക്ക് മുകളിൽ നിന്ന് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴെ എത്തുന്നത് വരെ അതിൻ്റെ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആവണമെന്നില്ല. അത് നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. പക്ഷേ നമ്മൾ നോർമലി നമ്മളൊരു സർട്ടൻ ഹൈറ്റിൽ നിന്ന് ഒരു സ്റ്റോണ് അല്ലെങ്കിൽ ഒരു ബോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അത് താഴേക്ക് ഫാൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആക്സലറേഷൻ എന്താണ്? യൂണിഫോമാണ്. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ വരുന്ന മാറ്റങ്ങളും അതുപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്യുന്ന രീതികളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. നോക്കൂ, മോഷൻ അണ്ടർ ഗ്രാവിറ്റി. എൻ ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി അണ്ടർ ഫ്രീ ഫോൾ when it is released near the surface of the earth and if air resistance is neglected. നമ്മളൊരു ബോഡി ഫ്രീ ഫോളിലാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർട്ടൻ ഹൈറ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് റിലീസ്ഡ് എന്നാണ്. റിലീസ്ഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്നാണ് റിലീസ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഡ്രോപ്പ് ചെയ്യുന്നു ഇത് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0. നിയർ ദ സർഫസ് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിലോമീറ്ററുകൾക്ക് ഉയർത്തുന്നല്ല എന്ന്, അത്രയുള്ള ഉദ്ദേശം. അത് സർട്ടൻ മീറ്റേഴ്സ് എബവ് ദ സർഫസ് ഓഫ് ദി എർത്ത് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ശരിക്കും ആരുണ്ട്? എയർ റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ആ എയർ റെസിസ്റ്റൻസ് ഇല്ല എന്ന് വിചാരിക്കണമെന്ന്. അങ്ങനെ വരുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രീ ഫോൾ. അപ്പോൾ നോക്കൂ, എൻ ഒബ്ജക്റ്റ് ഈസ് ഡ്രോപ്ഡ് ഫ്രം സർട്ടൻ ഹൈറ്റ് ആൻഡ് അലോ ദ body to fall only under the influence of gravity. That means air resistance is ignored. അത്തരം സന്ദർഭത്തിൽ അതിനെയാണ് നമ്മൾ ഫ്രീ ഫോൾ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ കേസ് ഓഫ് വൺ ഡയമെൻഷണൽ മോഷൻ. ശരിയാണ് അല്ലേ? നമ്മളങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ഡയമെൻഷനാണ്. കാരണം സ്ട്രെയിറ്റ് ലൈനിലാണ് അത് പിന്നെ താഴേക്ക് വരുന്നത്. വിത്ത് യൂണിഫോം ആക്സലറേഷൻ ആണ്. ഡ്യൂറിങ് മോഷൻ അണ്ടർ ഗ്രാവിറ്റി ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് റിഗാർഡഡ് ആസ് കോൺസ്റ്റന്റ് ആൻഡ് ഈസ് ഈക്വൽ ടു 9.8 m/s². ആ സമയത്ത് യൂണിഫോം ആക്സലറേഷൻ ആണ്. ആൻഡ് ദാറ്റ് ആക്സലറേഷൻ ഈസ് നത്തിങ് ബട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി ഈ പോയിന്റ് നോക്കൂ, ഞാൻ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കൊടുത്ത ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ഈസ് ആൾവേസ് ഡിറക്റ്റഡ് വേർട്ടിക്കലി ഡൗൺവേർഡ്. നമ്മുടെ എർത്തിൻ്റെ സന്ദർഭത്തിൽ നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും എങ്ങോട്ടുണ്ടാവുക? വേർട്ടിക്കൽ ഡൗൺവേർഡ് ഡിറക്ഷനിലുണ്ടാവുക. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് മുകളിലേക്ക് എന്നുള്ളൊരു കേസ് നമുക്ക് വരാനില്ല കേട്ടോ. ഇത് പലപ്പോഴും പല രീതിയിൽ കുട്ടികൾ തെറ്റുപറ്റാറുള്ളൊരു കാര്യമാണ്. ഞാൻ അതിൻ്റെ വഴിയെ പറയാം, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്കിവിടെ നോക്കൂ, ഫ്രീ ഫോളിൻ്റെ കേസിൽ 2 കേസാണ് വരുന്നത്. ഫ്രീ ഫോളിൻ്റെ മീൻസ് മോഷൻ അണ്ടർ ഗ്രാവിറ്റിൻ്റെ കേസിൽ 2 കാരണം ഒബ്ജക്റ്റ് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വേണേൽ ഡ്രോപ്പ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു ഒബ്ജക്റ്റ് നമുക്ക് നോക്കൂ, ഇവിടുന്ന് വേണേൽ മുകളിലേക്ക് വേർട്ടിക്കൽ അപ്വേർഡ് ഡിറക്ഷനിലേക്ക് നമുക്ക് അതിനെ ത്രോ ചെയ്യാം. വേർട്ടിക്കൽ അപ്വേർഡ് ഡിറക്ഷനിലേക്ക് നമുക്ക് എറിയാം. അങ്ങനെ എറിയുന്ന സമയത്ത് അപ്പോൾ ഇതും നമുക്ക് എന്ത് പറയാം? മോഷൻ അണ്ടർ ഗ്രാവിറ്റി തന്നെയാണ്. മുകളിലേക്ക് അപ്വേർഡ് മോഷനുണ്ട്, ഡൗൺവേർഡ് മോഷനുണ്ട്. മനസ്സിലായല്ലോ? അപ്വേർഡ് മോഷൻ ഈസ് ദർ, ഡൗൺവേർഡ് മോഷൻ ഈസ് ദർ. ഇത് രണ്ടുമുള്ള സന്ദർഭം. അപ്പോൾ ഈ അപ്വേർഡ് മോഷനും ഡൗൺവേർഡ് മോഷനും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ
നമുക്ക് നോക്ക് ഇവിടെ നമുക്ക് പിന്നെ ഇപ്പം ആകെ രണ്ട് ഡിറക്ഷനുള്ളൂ. ആ രണ്ട് ഡിറക്ഷൻസും ഓപ്പോസിറ്റും ആണെന്ന് കരുതുക. ഒരാൾക്ക് വേണേൽ ഇവിടുന്ന് ഇങ്ങോട്ടും നടക്കാം, അല്ലെങ്കിൽ പിന്നെ അയാൾക്ക് ഇത് ഇങ്ങോട്ടും നടക്കാം. ഈ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഡിറക്ഷനിലൊന്നും നടക്കാൻ പറ്റില്ല. അപ്പം നോക്കി ഇവിടെ എന്താ, ആകെ രണ്ട് ഡിറക്ഷനേ ഉള്ളൂ. ആ ഡിറക്ഷൻസ് പരസ്പരം എന്താണ്, ഓപ്പോസിറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യാം, ഒരു ഡിറക്ഷനെ പോസിറ്റീവായിട്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനെ നെഗറ്റീവായിട്ടും നമുക്ക് ട്രീറ്റ് ചെയ്യാം. അതെന്തുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ സൈൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഡിറക്ഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇതിൽ ആരെ പോസിറ്റീവ് എടുക്കണം ആരെ നെഗറ്റീവ് എടുക്കണം അത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ചോയ്സാണ്. അല്ല ഇന്നയാളെ പോസിറ്റീവ് എടുക്കാൻ പറ്റുള്ളൂ ഇന്നയാളെ നെഗറ്റീവ് എടുക്കാൻ പറ്റുള്ളൂ എന്നില്ല. മനസ്സിലായോ? അപ്പോൾ ആകെ രണ്ട് ഡിറക്ഷനെ പോസിബിൾ ആയിട്ടുള്ളൂ. ആ രണ്ട് ഡിറക്ഷൻസും ഓപ്പോസിറ്റുമാണ് എങ്കിൽ നമുക്ക് ഒരു ഡിറക്ഷനെ പോസിറ്റീവും മറ്റതിനെ നെഗറ്റീവുമായിട്ട് പരിഗണിക്കാവുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിലും ഇതേ ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. അവിടെ ഡൗൺവേർഡ് ഡിറക്ഷനും അപ്വേർഡ് ഡിറക്ഷനുമാണ് ഉള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിറക്ഷനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം, ഒരു ഡിറക്ഷനെ നെഗറ്റീവായിട്ട് എടുക്കാം. അതാണ് ടേക്കിംഗ് വേർട്ടിക്കൽ അപ്വേർഡ് ഡിറക്ഷൻ ആസ് പോസിറ്റീവ്. അപ്വേർഡ് ഡിറക്ഷന് പോസിറ്റീവും ഡൗൺവേർഡ് ഡിറക്ഷന് നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ അതൊരു ചോയ്സാണ്. അതിൻ്റെ അർത്ഥം അപ്വേർഡ് ഡിറക്ഷന് നെഗറ്റീവ് എടുക്കാൻ പാടില്ല എന്നുള്ള അർത്ഥമില്ല. കാരണം നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ കൺവെൻഷനലി നമുക്ക് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നമുക്ക് അങ്ങനെ എടുക്കാം എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുകയാണ്. ഒരാൾ തിരിച്ചാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഫിസിക്സിലെ റൂൾസ് ഒന്നും വയലേറ്റ് ചെയ്യപ്പെടുന്നില്ല, അങ്ങനെ എടുക്കാവുന്നതാണ്. ഇതൊരു രീതിയാണ്. അപ്വേർഡ് ഡിറക്ഷനെ പോസിറ്റീവും ഡൗൺവേർഡ് ഡിറക്ഷനും നെഗറ്റീവായിട്ട് എടുക്കാം. നമുക്കും അങ്ങനെ തന്നെ എടുത്തു പോവാം. അപ്പോൾ പക്ഷേ നിങ്ങൾ എന്ത് തെറ്റിദ്ധരിക്കരുത്, അപ്വേർഡ് ഡിറക്ഷനെ നെഗറ്റീവായിട്ട് എടുക്കാനേ പാടില്ല എന്ന രീതിയിൽ നിങ്ങളതിനെ മനസ്സിലാക്കേണ്ടതില്ല. ഓക്കെ, വി ഗെറ്റ് ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇൻ ദ കേസ് ഓഫ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മോഷൻ സെപ്പറേറ്റ്ലി. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷനെ നമുക്ക് രണ്ട് സെപ്പറേറ്റ്, അപ്വേർഡ് കേസിൽ ഉള്ള സെപ്പറേറ്റ് സെറ്റ് ഓഫ് ഇക്വേഷനും ഡൗൺവേർഡിൽ ഒരു സെപ്പറേറ്റ് സെറ്റ് ഓഫ് ഇക്വേഷനായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഹൗ ഈസ് ഇറ്റ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ വേർട്ടിക്കൽ അപ്വേർഡ് മോഷനാണ്. വേർട്ടിക്കൽ അപ്വേർഡ് മോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്വേർഡ് മോഷൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞല്ലേ നമ്മൾ. ആ പോസിറ്റീവ് എന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്വേർഡിലെ ഏത്, അപ്വേർഡ് മോഷൻ മൊത്തത്തിൽ പോസിറ്റീവ് എന്നല്ല ശരിക്കും ഉദ്ദേശിച്ച് പറയാം. അപ്വേർഡ് ഡിറക്ഷൻ പോസിറ്റീവ് എന്നതുകൊണ്ട് നമ്മൾ ശരിക്കും ഉദ്ദേശിച്ചത് എന്താണ് നോക്കാം. അപ്പോൾ നോക്കൂ, ഞാനിവിടെ അപ്വേർഡ് ഡിറക്ഷനിൽ ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്, കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ അപ്വേർഡ് ഡിറക്ഷന് പോസിറ്റീവ്, അപ്വേർഡ് ഡിറക്ഷനെയാണ് നമ്മൾ പോസിറ്റീവ് എടുക്കുന്നത്. നല്ലോണം ശ്രദ്ധിക്കണേ. അപ്വേർഡ് ഡിറക്ഷൻ പോസിറ്റീവ്, അതോടൊപ്പം തന്നെ നമുക്ക് ഡൗൺവേർഡ് ഡിറക്ഷൻ നമ്മൾ നെഗറ്റീവ് കൊടുക്കുന്നത്. ഡൗൺവേർഡ് ഡിറക്ഷന് നെഗറ്റീവ് എന്ന് വെച്ചാലോ, ഐ വിൽ ഷോ യു. യെസ്, നോക്കൂ, അപ്വേർഡ് ഡിറക്ഷൻ പോസിറ്റീവ്, ഡൗൺവേർഡ് ഡിറക്ഷൻ നെഗറ്റീവായിട്ട് എടുത്തു. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിനെ ഇവിടുന്ന് ത്രോ ചെയ്യണം. അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് ഞാൻ ഇവിടുന്ന് നോക്കൂ, മുകളിലേക്ക് ഒരു ഒബ്ജക്റ്റ് നമ്മൾ എറിയുന്നു. അപ്പോൾ ഇനീഷ്യലി അതിൻ്റെ 1 സെക്കൻഡ്, യെസ്, ഇവ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റിക്ക് നമ്മൾ എന്ത് സൈൻ കൊടുക്കുന്നതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ അതിനെ എറിയുന്നത് ഏത് ഡിറക്ഷനിലാണ്, മുകളിലേക്ക് അല്ലേ. അപ്പോൾ മുകളിലേക്ക് ഡിറക്ഷനാണ് സത്യത്തിൽ നമ്മൾ സൈൻ കൊടുക്കുന്നത്. അപ്പം മുകളിലേക്കാണ് ഇനീഷ്യൽ വെലോസിറ്റി, മുകളിലേക്ക്. അപ്പം മുകളിലേക്ക് എന്നുള്ളതിൻ്റെ സൈൻ എന്താ, പോസിറ്റീവ്. അതാണ് ഇവിടെ യുവിനെ ഞാൻ പോസിറ്റീവ് ആക്കി എടുത്തത്. ഇനി ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള മോഷനാണ് പരിഗണിക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെത് ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റിയാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി അങ്ങോട്ട് തന്നെയാണ് മുകളിലേക്ക്. അപ്പോൾ മുകളിലേക്ക് എന്നുള്ളതിൻ്റെ സൈൻ എന്താ, പോസിറ്റീവ് തന്നെ. അപ്പോൾ വിയും പോസിറ്റീവ്. ഇനി ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, അതായത് ഇനീഷ്യൽ പൊസിഷനിൽ ഫൈനൽ വെലോസിറ്റിയിലേക്ക് നമ്മൾ വരയ്ക്കുക. ഇനീഷ്യൽ പൊസിഷനിൽ ഫൈനൽ വെലോസിറ്റിയിലേക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിറക്ഷൻ കേട്ടാൽ മുകളിലേക്ക് എന്താ, പോസിറ്റീവ്. പിന്നെ വെർട്ടിക്കൽ മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ്, അതാണ് +h.
ഇനി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഞാൻ കല്ലെടുത്ത് മുകളിലേക്ക് എറിയുന്നു. കല്ല് മുകളിലേക്ക് ഇങ്ങനെ പോണതിനനുസരിച്ചിട്ട് അത് എർത്ത് അതിനെ എങ്ങോട്ടാണ് വലിക്കുന്നത്? എർത്ത് വലിക്കുന്നത് താഴോട്ട്. താഴോട്ട് എന്നുള്ളതിൻ്റെ സൈൻ എന്താ? നെഗറ്റീവ്. അതാണ് ആക്സലറേഷൻ നെഗറ്റീവ് ആയത്. കൺഫ്യൂഷൻ ആയോ? ലാസ്റ്റത്തിലാണ് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക. അപ്പോൾ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങൾ പറയാം. അതിന് 2-3 രൂപത്തിൽ പറയാം. ഇപ്പോൾ നോക്കൂ, എഫ് ഈസ് ഈക്വൽ ടു എം എ. നിങ്ങളത് ഇപ്പോൾ ലോസ് ഓഫ് മോഷനിൽ പഠിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ട്. 9th എഫ് ഈസ് ഈക്വൽ എം എ. അപ്പോൾ എ ഈസ് ഈക്വൽ എന്താ? എഫ് ഡിവൈഡഡ് ബൈ എം. ഇതിൽ എമ്മിന് എന്തില്ല? ഡിറക്ഷൻ ഒന്നുമില്ല മാസിന്. ആക്സിലറേഷൻ്റെ ഡിറക്ഷൻ എന്ന് പറഞ്ഞത് ഫോഴ്സിൻ്റെ ഡിറക്ഷനാണ്. നമ്മളൊരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ എറിയാനാണ് നമ്മൾ മുകളിലേക്ക് ഫോഴ്സ് കൊടുത്തത്. പക്ഷേ കല്ല് മുകളിലേക്ക് പോകുമ്പോൾ പിന്നെ നമ്മൾ മുകളിലേക്ക് ഫോഴ്സ് ഒന്നും കൊടുക്കണില്ല. കല്ല് മുകളിലേക്ക് പോണ സമയത്ത് കല്ലിൻ്റെ മുകളിൽ ആകെ ഒരു ഫോഴ്സ് ഉള്ളൂ. അതാരറിയോ? എർത്ത് അതിനെ താഴോട്ട് വലിക്കുന്ന ഈ ഫോഴ്സ് മാത്രം. അപ്പോൾ ഈ കല്ല് മുകളിലേക്ക് നമ്മൾ എറിഞ്ഞ കല്ലിൻ്റെ മുകളിൽ ആകെ ഒരു ഫോഴ്സ് ഉള്ളൂ. ഏതാണ് ആ ഫോഴ്സ്? ആക്സലറേഷൻ ഡ്യൂ ടു മീൻസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതെങ്ങോട്ടാണ്? താഴോട്ട്. കണ്ടോ? അപ്പോൾ ആക്സലറേഷൻ ഡിറക്ഷൻ എങ്ങോട്ടാണ്? താഴോട്ട്. നമുക്ക് ആ രൂപത്തിൽ ആക്സലറേഷൻ താഴോട്ടാണെന്ന് നമുക്ക് പറയാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു മെത്തേഡും കൂടി കാണിച്ചു തരാം. ആക്സിലറേഷൻ താഴോട്ടാണ് ഡിറക്റ്റ് ചെയ്തിരിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു മെത്തേഡും കൂടെ കാണിക്കാം. ആക്സിലറേഷൻ്റെ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താ? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. നമ്മൾ കല്ല് മുകളിലേക്ക് എറിയുന്നു. കല്ല് മുകളിലേക്ക് എറിയുന്ന സമയത്ത് കല്ലിൻ്റെ സ്പീഡ് എന്താ ചെയ്യുക? അങ്ങനെ കുറഞ്ഞ് വരല്ലേ ചെയ്യാം, അല്ലേ? അപ്പോൾ അങ്ങനെ കുറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ചെറുതും ഇനീഷ്യൽ വെലോസിറ്റി വലുതുമല്ലേ. ഞാൻ ഫൈനൽ വെലോസിറ്റി ഒരു 2ഉം ഇനീഷ്യൽ വെലോസിറ്റി 8 കൊടുക്കുകയാണ്. കുഴപ്പമില്ലല്ലോ. 8 എറിഞ്ഞു, ഇങ്ങനെ വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞ് 2ആയി. അപ്പോൾ 2 - 8 ഡിവൈഡഡ് ബൈ അതിനടുത്ത ടൈം ഡെൽറ്റ ടി. അതെന്തായാലും പോസിറ്റീവാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ഇവിടെ എന്താ കിട്ടുക? -6 ബൈ ഡെൽറ്റ ടി എന്നല്ലേ. ഡെൽറ്റ ടി എപ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ നോക്കും ഇവിടെ ഒരു -1. അപ്പോൾ ആക്സലറേഷൻ വീണ്ടും എന്താ? നെഗറ്റീവാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഇവിടെ എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുക? ആക്സിലറേഷൻ നെഗറ്റീവാണ് കിട്ടുക എന്നുള്ളത് 2 വ്യത്യസ്ത രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഓക്കെ. ഇനി കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് വളരെ ഈസിയായി. നോക്കൂ, നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ത് സംഭവിക്കും നോക്കാം. വി സി ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ് നമ്മുടെ ഒരു ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ ഇക്വേഷൻ എഴുതാം. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. Then displacement in nth second Sn is equal to u plus half a into 2n minus 1. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻസ്. ഓക്കെ. ഇനി ഈ ഇക്വേഷൻസിന് എന്ത് സംഭവിക്കും? നമ്മുടെ മുകളിലത്തെ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാം. നമുക്ക് വിയും യു ഒക്കെ പോസിറ്റീവ്. എ ആരാണ്? -g. എസ് എച്ച് ആണ്. അപ്പോൾ വി എന്തായി? വി is equal to u minus gt. എസ് എന്താണ്? എച്ച് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ദെൻ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gh. ഹൈറ്റ് കവേർഡ് ഇൻ nth സെക്കൻഡ് hn is equal to u minus half g into 2n minus 1. മനസ്സിലായോ? അപ്പോൾ വേർട്ടിക്കൽ അപ്വേർഡ് മോഷൻ മാത്രമേ വരുന്നുള്ളെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. ഇനി നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് നേരിട്ട് ഈ ഇക്വേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ പ്രോബ്ലം ചെയ്തിട്ടില്ല. പ്രോബ്ലം നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ചെയ്യാം. അപ്പോൾ വേർട്ടിക്കൽ അപ്വേർഡ് മോഷൻ ആണെങ്കിൽ ഇക്വേഷൻസ് ഏതൊക്കെയാണ്? വി is equal to u minus gt, h is equal to ut minus half gt square, v square equal to u square minus 2gh, hn is equal to u minus half g into 2n minus 1. മനസ്സിലായല്ലോ? ഈ ഇക്വേഷൻസ് മനസ്സിൽ നല്ല കൃത്യമായിട്ട് നിൽക്കട്ടെ കേട്ടോ. കാരണം ഇതിലേക്ക് നമ്മൾ ഇനി വരുന്നുണ്ട്. അപ്പോഴത്തേനും പിന്നെ അടുത്ത ഇക്വേഷൻ പറയുമ്പോഴത്തേനും ഇത് കൺഫ്യൂഷൻ ആകാൻ പാടില്ല. നൗ വേർട്ടിക്കൽ ഡൗൺവേർഡ് മോഷനാണ് അടുത്തത്. അത് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവുകയാണ്. നമുക്ക് സമയപരിമിതി ഉണ്ട്. വേർട്ടിക്കൽ അപ്വേർഡ് മോഷനിൽ അപ്പോൾ എന്നെ ഓവർടേക്ക് ചെയ്യേണ്ട, ഞാൻ പറഞ്ഞ ഭാഗത്തേക്ക് തന്നെ നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നേരത്തെ നമ്മൾ വേർട്ടിക്കൽ അപ്വേർഡ് മോഷനും വേർട്ടിക്കൽ ഡൗൺവേർഡ് മോഷനും നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കിയില്ലേ? വേർട്ടിക്കൽ അപ്വേർഡ്, വേർട്ടിക്കൽ ഡൗൺവേർഡ് മോഷൻ നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കിയതാണ്. അതേ രൂപത്തിൽ തന്നെ നമ്മളിതാ ഇവിടെയും നമ്മൾ പറയുന്നു ലൈക്ക് ദിസ്. നോക്കാം നമുക്ക്.
വേർട്ടിക്കൽ ഡൗൺവേർഡ് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ഇടുന്നു. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി നോക്കൂ, ഇങ്ങനെയല്ലേ വരിക താഴോട്ട്, സോറി അല്ലേ, ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് താഴോട്ട്. അപ്പോൾ താഴോട്ട് എന്നുള്ളതിൻ്റെ സൈൻ എന്താ? കാരണം താഴോട്ട് എന്നുള്ളത് നെഗറ്റീവാണ്, മുകളിലേക്കുള്ളതാണ് ആര് പോസിറ്റീവ്. അപ്പോൾ താഴോട്ട് എന്നുള്ളത് നെഗറ്റീവാണ് അല്ലേ, താഴോട്ടാണ് ഇനീഷ്യൽ വെലോസിറ്റി, അപ്പോൾ യു നെഗറ്റീവ്. ദെൻ ഫൈനൽ വെലോസിറ്റി നോക്കി, ഇവിടെ എത്തുന്നത് വരെയാണ് നമ്മൾ മോഷൻ കൺസിഡർ ചെയ്യുമെങ്കിൽ ഇവിടെ എത്തുമ്പോഴും വെലോസിറ്റി താഴോട്ട് തന്നെ, താഴോട്ടുള്ള നെഗറ്റീവ്, അത് ഓക്കെ. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് നമ്മൾ വരച്ചു, അതും താഴോട്ട് ആണോ, അപ്പോൾ അതും നെഗറ്റീവ്. ദെൻ ആക്സിലറേഷൻ ഡ്യൂ ടു എന്താ, അതും താഴോട്ടാണ്. എന്താ കാരണം? നമ്മൾ കല്ല് താഴോട്ട് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത്, ഇത് പലരും ശ്രദ്ധിക്കണം, പലരും തെറ്റിക്കുന്ന കാര്യം അത്. ചില ടീച്ചേഴ്സൊക്കെ തെറ്റായിട്ട് ഇപ്പോഴും പറയുന്നുണ്ട്, ചില പുസ്തകത്തിലും തെറ്റായിട്ടുള്ളതാണ്, പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ആ കാര്യം ശരിക്കും മനസ്സിലാക്കാനും ശ്രദ്ധിക്കാം. ഇവിടെ നോക്കൂ, താഴോട്ട് വരുന്ന സമയത്ത് നമ്മൾ കല്ല് താഴോട്ട് എറിയുമ്പോൾ പിന്നെ എർത്ത് അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ടാണ് തള്ളുന്നത്. എർത്ത് അപ്പോഴും താഴേക്ക് തന്നെ വലിക്കുന്നത് അല്ലേ. എ ഇസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ എം. ആ എമ്മിന് ഡയറക്ഷൻ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡിറക്ഷൻ ആരുടെ ഡിറക്ഷൻ? എഫിൻ്റെ ഡിറക്ഷൻ. കല്ല് താഴേക്ക് വരുന്ന സമയത്ത് എർത്തിനെ അങ്ങോട്ട് തന്നെയാണ് വലിക്കുന്നത്, താഴോട്ട് തന്നെയാണ് വലിക്കുന്നത്. അതുകൊണ്ട് അത് എന്തുതന്നെയാണ്, താഴോട്ട് തന്നെയാണ് ഇപ്പോഴും ഫോഴ്സും ആക്സലറേഷൻ്റെ ഡിറക്ഷനും. അപ്പോൾ ആ താഴോട്ട് എന്നുള്ള ഡിറക്ഷൻ എന്താ സൈന്? നെഗറ്റീവ്, അപ്പം മൈനസ്. ഇനി ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ ഐഡിയയും നിങ്ങൾക്കൂടെ ഉപയോഗിക്കാം. അതേതാ നോക്കൂ, എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ഇപ്പോൾ പിന്നെ താഴേക്ക് എറിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എറിയുന്ന സമയത്ത് സ്പീഡ് താഴേക്ക് പോകുന്നതനുസരിച്ച് എന്താ ചെയ്യുക, കൂടി വരിക. അപ്പോൾ ഫൈനൽ സ്പീഡ് കൂടുതലാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 10 മൈനസ് ഇനീഷ്യൽ സ്പീഡ് കുറവ് 3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒറ്റയടിക്ക് എഴുതാൻ പാടില്ല. എന്താ പാടില്ലാത്തത്? നമ്മൾ സൈൻ ഉണ്ട് ഇവിടെ. അപ്പോൾ താഴോട്ടുള്ള സൈൻ എന്താ നോക്ക്, താഴോട്ടുള്ള സൈൻ എന്താ? നെഗറ്റീവാണ്. അപ്പോൾ ഫൈനൽ സ്പീഡ് എന്താണ്? നെഗറ്റീവ് -10. പിന്നെ മൈനസ് ഇനീഷ്യലിയും താഴോട്ട് തന്നെയാണ് മൈനസ്. അപ്പോൾ ഇതെന്തായി? -10 + 3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അത് കൊടുത്തത് മനസ്സിലായല്ലോ? ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് എന്താ കിട്ടുക? -7 ബൈ ഡെൽറ്റ ടി. എഗെയിൻ നമുക്ക് വാല്യൂ എന്തെന്നുള്ളതല്ല നമ്മളെ പ്രശ്നം ഇവിടെ സൈന് മൈനസ് വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അപ്പോൾ ആക്സലറേഷൻ എന്താ? വീണ്ടും നെഗറ്റീവ് തന്നെ കിട്ടി. മനസ്സിലായോ? അതായത് വലിയ നെഗറ്റീവ് മൈനസ് ചെറിയ നെഗറ്റീവ് എന്നാണ് വരിക. അപ്പോഴും നമുക്ക് എന്താ കിട്ടുക? നെഗറ്റീവ് സൈൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ സൈൻ എന്ത് ചെയ്യണില്ല, സൈൻ മാറുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലായത്. അത് നേരത്തെയും നെഗറ്റീവാണ്, ഇപ്പോഴും നെഗറ്റീവാണ്. സത്യത്തിൽ ഇവരുടെ ഒക്കെ സൈന് മാറിയിട്ടോ. പക്ഷേ ഇനി അത്ഭുതകരമായ ഒരു മാറ്റമാണ് നമ്മൾ വേറെ കാണാൻ പോണത്. ഓക്കെ നോക്ക്. അപ്പോൾ വി സിഗൽ യു പ്ലസ് 18 ഇക്വേഷൻ എന്തായി? -v = -u - gt അല്ലേ. ഓക്കെ, കാരണം ഒക്കെ മൈനസായി. അതുപോലെ എസ് യു ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ -h -ut -half gt സ്ക്വയർ. വി സ്ക്വയർ എന്തായി? -v ദ ഹോൾ സ്ക്വയർ -u ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 × -g × -h. ഓക്കെ, അതുപോലെ കണ്ടോ ഈക്വേഷൻ മാറി. അപ്പോൾ ഇനി നമുക്ക് കാണാൻ പറ്റും. നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കാൻ നോക്കൂ, ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ 2 ടേമും മൈനസ്. അപ്പോൾ മൈനസിനെ പുറത്തെടുക്കുക, അങ്ങനെ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? അപ്പോൾ വി = u + gt. മനസ്സിലായോ? ഇവിടെയും നോക്കൂ, ഇവിടെ 2 മൈനസ് ഉണ്ട്, ഈ മൈനസിനെ പുറത്തെടുത്തു, ഇങ്ങോട്ട് ഈ -8 ക്യാൻസൽ ചെയ്തു. അപ്പോൾ h = ut + half gt സ്ക്വയർ. ഇവിടെ -v സ്ക്വയർ എന്താ? v സ്ക്വയർ = -u സ്ക്വയർ പിന്നെ -× പ്ലസ്, അപ്പോൾ +2gh. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ വരച്ചത് നിങ്ങൾ ഒരു പുസ്തകത്തിലും കാണില്ല. ഇതാണ് ശരിക്കും നിങ്ങൾ മനസ്സിലാവേണ്ടത്. ഇത് മനസ്സിലാവാനുള്ള വിഷയം ഞാൻ പറയാം. അതുപോലെ ഇവിടെ മൈനസ് ക്യാൻസൽ ചെയ്യുക. hn = u + half g × 2n - 1. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ അവസാനം നമുക്ക് കിട്ടുന്നത് ഇതാണ്. ഇതും കമ്പയർ ചെയ്താൽ നിങ്ങൾ കാണുന്ന അത്ഭുതം എന്താ? ഇവിടെ എ ഉള്ളിടത്തൊക്കെ ഇവിടെ +g ഇട്ടെന്നാണ് തോന്നുന്നത്. കണ്ടോ, g ഇട്ടെന്ന്. മനസ്സിലായോ? സത്യത്തിൽ എ ഇവിടെ +g ആണോ? അല്ല, എ -g ആണ്. സൈൻ ആർക്കൊക്കെ മാറിയത്? യുക്കും വിക്കുമാണ് ശരിക്കും സൈൻ മാറിയിട്ടുള്ളത്. നേരത്തെ ഇക്വേഷനിൽ നമ്മൾ കണ്ട പോലെ നോക്കൂ, ഇവിടെയും എന്താ സംഭവിച്ചത്? യുക്കും വിക്കും ഒക്കെ +ആണ്, എക്കാണ് -g. ഇതേ അവസ്ഥ ഈ എൻ്റെ സൈനിലാണ് യാതൊരു മാറ്റം വരാത്തത്.
പക്ഷേ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എന്താ നമുക്ക് ഫീൽ ചെയ്യുക, എൻ്റെ സൈൻ മാത്രം മാറിയിട്ടുണ്ട്. നേരത്തെ ഇക്വേഷനുകൾ ശ്രദ്ധിച്ചില്ലേ, അവിടെ നോക്കൂ ഫൈനൽ ഇക്വേഷൻസ് നോക്കൂ, എ ഉള്ളിടത്ത് -g വന്ന് കണ്ടാ, എ ഉള്ളിടത്തൊക്കെ -g വന്ന്. ഇപ്പോൾ ഈ ഇക്വേഷനും ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഫൈനൽ ഇക്വേഷനും നിങ്ങൾ കമ്പയർ ചെയ്താൽ, ഈ ഇക്വേഷൻ നോക്ക്, കമ്പയർ ചെയ്താൽ നമ്മൾ തെറ്റിദ്ധരിക്കൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്വേർഡ് മോഷനിൽ എ ഉള്ളിടത്തൊക്കെ -g, ഡൗൺവേർഡ് മോഷനിൽ എ ഉള്ളിടത്ത് +g ആണെന്ന് തെറ്റിദ്ധരിക്കും. സത്യത്തിൽ എന്താ, അപ്വേർഡ് മോഷനിലും ഡൗൺവേർഡ് മോഷനിലും എ = എന്താ -g ആണ്. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ സൈനാണ് മാറിയപ്പോൾ ഈ പിന്നെ അല്ലേ ഒരാൾ മാത്രം യൂണിഫോം ഇട്ടുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ വേറൊരു തെറ്റായ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതേ പ്രശ്നം ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇയാൾ മാത്രം യൂണിഫോം ഇടാത്താന്ന് വിചാരിക്കൂലേ? മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ ഞാൻ ഈ ഇക്വേഷനും അപ്വേർഡ് മോഷൻ്റെ ഇക്വേഷനും ഡൗൺവേർഡ് മോഷൻ്റെ ഇക്വേഷനും കൂടെ നിങ്ങൾക്ക് ഒരുമിച്ചൊന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവുള്ളൂ. യെസ്, ഇവിടെ നോക്കൂ, ഇക്വേഷൻസ് നോക്കുന്ന സമയത്ത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എന്താ സംഭവിച്ചത്, ഇത് നമ്മുടെ അപ്വേർഡ് മോഷനാണ് അല്ലേ, ഇത് അപ്വേർഡ് മോഷൻ്റെ ഇക്വേഷൻസ് ആണ്. അപ്വേർഡ് മോഷനിൽ നോക്കൂ v = u - gt എന്ന് കിട്ടി. അപ്പോൾ എ ഉള്ളിടത്ത് -g വെച്ച പോലെയാണ് ഇവിടെ കാണുന്നത്. അതേപോലെ ഇത് ഡൗൺവേർഡ് നോക്കൂ, ആ എ ഉള്ളിടത്ത് +g വെച്ച പോലെ. അപ്പോൾ ഇത് കണ്ടിട്ട് പല ആളുകളും പറയും വേർട്ടിക്കൽ അപ്വേർഡ് മോഷനിൽ എ = -g ആണ്, വേർട്ടിക്കൽ ഡൗൺവേർഡ് മോഷനിൽ എ = +g ആണ്. തെറ്റ്. ഇതാ ഞാൻ പറഞ്ഞ പലരും തെറ്റായിട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണത്. ഇത് തെറ്റാണ്. പിന്നെ യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിച്ചത്, അതാണ് ഞാൻ ഈ കാണിച്ചത്. ഉണ്ടോ, എന്താ സംഭവിച്ചത്, അപ്വേർഡ് മോഷനിലും ഡൗൺവേർഡ് മോഷനിലും എ = -g ആണ്. പിന്നെ എന്താ ഇവിടെ സംഭവിച്ചത്, അതാണ് ഈ സ്റ്റെപ്പിലാണ് അത് ഒളിഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റെപ്പ് നിങ്ങൾ പല സ്ഥലത്തും കാണൂല. ഇവിടുന്ന് നേരെ ഇതാകാന ഇത് കാണുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഈ തെറ്റിദ്ധാരണക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ തെറ്റിദ്ധാരണക്ക് എ = +g - എന്നുള്ള ഈ പ്രശ്നം വരും. ഓക്കെ, നിങ്ങൾ ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചോ, അപ്വേർഡ് മോഷനിൽ എ ഉള്ളിടത്ത് -g പോലെ വരുന്ന ഇക്വേഷനാണ്, ഡൗൺവേർഡ് മോഷനിൽ അവിടെ ഈ ഫൈനൽ ഇക്വേഷനിൽ +g കാണുന്ന ഇക്വേഷനാണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോ, അതിന് കുഴപ്പമില്ല. പക്ഷെ അപ്വേർഡ് മോഷനിൽ എ = -g, ഡൗൺവേർഡ് മോഷനിൽ എ = +g എന്ന് പഠിച്ചു വെച്ചാൽ ഇറ്റ്സ് എ ഹിമാലയൻ ബ്ലണ്ടർ. ഒരു ഡൗട്ടും വേണ്ട, തെറ്റാണ്. മനസ്സിലായോ? ഞാനിതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെറ്റ് പല ആളുകളും ആവർത്തിക്കാറുണ്ട്, അതുകൊണ്ട് സംസാരിച്ചാൽ. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ h = ut - ½ അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്വേർഡ് മോഷൻ ആണെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, ഡൗൺവേർഡ് മോഷൻ ആണെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇനി അപ്വേർഡും ഡൗൺവേർഡും വരുന്ന കേസിലാണെങ്കിലോ, അപ്പോൾ നോക്കുക, എ സ്റ്റോൺ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് ആൻഡ് കംസ് ബാക്ക്. അത്തരം സന്ദർഭത്തിൽ നിങ്ങൾ ഈ അപ്വേർഡ് വേറെ ഡൗൺവേർഡ് വേറെ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റ ഇക്വേഷൻ കൊണ്ട് തന്നെ കാര്യങ്ങൾ തീരുമാനമാവും. നമ്മൾ അത്തരം ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് സമയത്തിനനുസരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ചെയ്യേണ്ടത് ഇനീഷ്യലി നിങ്ങൾ എങ്ങോട്ടാണ് എറിഞ്ഞത്, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് നിങ്ങൾ എടുത്തിട്ട് സോൾവ് ചെയ്താൽ മതി, നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. നമുക്ക് ചെക്ക് ചെയ്യാം, നമുക്ക് പറയാം. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ അടുത്ത ഭാഗത്തേക്ക് നീങ്ങാണ്. നമുക്ക് ചില കാര്യങ്ങൾ നമുക്കിവിടെ നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, സീറോ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഡസ് നോട്ട് നെസസറിലി ഇംപ്ലൈ സീറോ ആക്സിലറേഷൻ അറ്റ് ദാറ്റ് ഇൻസ്റ്റൻസ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി 0 ആണ് എന്ന് കരുതി ആ നിമിഷത്തിലുള്ള അതിൻ്റെ ആക്സിലറേഷൻ 0 ആവൽ നിർബന്ധമില്ല എന്ന വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് സംസാരിച്ചത്. ഒരു പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഒരു ഇൻസ്റ്റൻറ്റിൽ 0 ആണ് ചോദിച്ചിട്ട് അതിൻ്റെ ആക്സിലറേഷൻ 0 ആണെന്നില്ല. കാരണം വളരെ സിമ്പിളാണ്. ആക്സിലറേഷൻ ഈസ് നോട്ട് ഡിറ്റർമിൻഡ് ബൈ വെലോസിറ്റി ബട്ട് ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. എന്ന് വെച്ചാൽ ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഒബ്ജക്റ്റ് ഒരു ബോൾ നിങ്ങൾ മുകളിലേക്ക് എറിഞ്ഞു, ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്താ, വെലോസിറ്റി = 0 ആണ്. പക്ഷേ അപ്പോഴും അതിൻ്റെ മുകളിൽ ആരുണ്ട്, എ = -g അപ്പോഴും അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. എന്താ കാരണം, ആ നിമിഷത്തിൽ അതിൻ്റെ വെലോസിറ്റി 0 ആണ്. പക്ഷേ അതിൻ്റെ തൊട്ട് മുമ്പുള്ള നിമിഷവും അതിന് തൊട്ട് അടുത്ത നിമിഷവും അതിൻ്റെ വെലോസിറ്റി 0 അല്ല. അപ്പോൾ വെലോസിറ്റി ഒരു നിമിഷത്തെ വെലോസിറ്റി 0 ആണെന്നുള്ളതല്ല, തൊട്ടടുത്ത നിമിഷവും അതിൻ്റെ മുമ്പത്തെ നിമിഷത്തിലുള്ള വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടോ എന്നുള്ളതാണ് ആക്സലറേഷൻ തീരുമാനിക്കുന്നത്. കാരണം എ = ΔV/Δt ആണ്, അല്ലാതെ V/Δt അല്ല. ചേഞ്ച് ഉണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ?
അപ്പോൾ എ പാർട്ടിക്കിൾ മേ ബി മൊമെൻ്ററിലി അറ്റ് റെസ്റ്റ്, ഒരു നിമിഷ നേരത്തേക്ക് റെസ്റ്റിലായിരിക്കാം, ആൻഡ് യെറ്റ് ഹാവ് നോൺ സീറോ ആക്സലേഷൻ, പക്ഷേ ആക്സലേഷൻ ഉണ്ടാവാം. എക്സാമ്പിൾ ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. In the example, a particle thrown up has zero velocity at its uppermost point, but acceleration at that instant continues to be zero due to gravity. This is a very very important point I told you. Next point. The speed with which a body is projected is equal to the speed with which it returns to the point of projection. നമ്മളൊരു കല്ല് നോക്കുക, ഇവിടെ നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു, കല്ല് മുകളിലേക്ക് എറിഞ്ഞു, അങ്ങനെ അത് നോക്കൂ, അതിങ്ങനെ പോയി 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 അവിടെ നോക്കൂ, അതിങ്ങനെ തിരിച്ച് താഴോട്ട് വന്ന്, ഇപ്പം നമ്മൾ 10 മീറ്റർ/സെക്കൻഡിലാണ് ഇവിടെ എറിഞ്ഞതിരിക്കുക, അങ്ങനെയാണ് അതിങ്ങനെ തിരിച്ച് വന്നിട്ട് ഇവിടെ താഴോട്ട് ഇവിടെ വീണ്ടും വന്ന് പതിക്കൂലേ. അപ്പോൾ പതിക്കുമ്പോൾ അതിൻ്റെ വെലോസിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും. ഇത് എത്ര തന്നെ ആയിരിക്കും? ഇത് 10 മീറ്റർ/സെക്കൻഡിലായിരിക്കും. അപ്പോൾ ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞാൽ അത് മുകളിലേക്ക് എറിയുന്ന വെർട്ടിക്കൽ അപ്വേർഡ് മോഷനായിട്ട് ഉദ്ദേശിച്ച്, അത് താഴേക്ക് തിരിച്ചൊന്ന് ഹിറ്റ് ചെയ്യുമ്പോഴും അതേ സ്പീഡിലേക്ക് ഹിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെയും പറയാം. ഇപ്പോൾ നോക്കി, ഇത് മുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു പാത്ത് മുകളിലേക്ക് പാസ് ചെയ്യുമ്പോൾ അത് ഏത് സ്പീഡിലാണോ അത് പാസ് ചെയ്യുന്നത്, അതേ സ്പീഡിലായിരിക്കും താഴേക്ക് വരുന്ന സമയത്ത് ആ പോയിൻറ്റിനെ പാസ് ചെയ്യുമ്പോഴും അതേ സ്പീഡിലായിരിക്കും എന്നുള്ളത് ആ പോയിൻ്റ് തന്നെയാണ് ഇപ്പോൾ ഈ സംസാരിച്ചതും. അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക. ഞാൻ മുന്നോട്ട് പോവാണ്, നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം, മനസ്സിലാക്കാം, ഡൗട്ടുകൾ ചോദിക്കാം. അടുത്തത്, ടൈം ടേക്കൺ ബൈ എ ബോഡി ടു ഗോ അപ്പ് ഈസ് ഈക്വൽ ടു ടൈം ടേക്കൺ ബൈ ദ ബോഡി ടു ഫാൾ ത്രൂ ദ സെയിം ഹൈറ്റ്. ഓക്കെ, അതേ ടൈം ഓഫ് അസെൻഡ്, മുകളിലേക്ക് കയറാനെടുക്കുന്ന അതേ ടൈമാണ് ടൈം ഓഫ് ഡിസെൻഡ്. പക്ഷേ എവിടെയാണ്? ഇൻ വാക്വം. ഇൻ വാക്വം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വാക്വത്തിലാണെന്നുള്ള അസംഷനിലാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ. ഒരു കല്ല് മുകളിലേക്ക് നമ്മൾ എറിഞ്ഞിട്ട് അത് ഇവിടെ എത്താൻ എടുക്കുന്ന എത്ര സമയമാണ് കൊടുക്കുക, അതാണ് ടൈം ഓഫ് അസെൻഡ്. അതേ ടൈം തന്നെയാണ് അത് താഴേക്ക് തിരിച്ച് എടുക്കുന്ന ടൈമും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ടൈം ഓഫ് അസെൻഡ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെൻഡ്. Time taken by a body to go up is equal to time taken by the body to fall through the same height. മനസ്സിലായോ? ഇതെവിടെ അറിയാം? വാക്വത്തിൽ. ഇനി എൻട്രൻസിന് അവിടെ ആവശ്യമുള്ള ടൈം പിന്നെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, വാക്വല്ല എയറിൻ്റെ പ്രസൻസിലാണെങ്കിൽ, ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ആണെങ്കിൽ ഏത് ടൈം അറിയാം കൂടുക? അപ്പോൾ ടൈം ഓഫ് ഡിസെൻഡ് ആണ് കൂടുക, ഇയാൾ കൂടും. അപ്പോൾ ടൈം ഓഫ് ഡിസെൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് അസെൻഡ് ആണ്. പക്ഷേ നമുക്ക് വാക്വത്തിലുള്ളതാണ് സംസാരിക്കാനുള്ളത് ഇപ്പോൾ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഈ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. അടുത്ത പോയിന്റിലേക്ക് പോകാം. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞ് പെട്ടിയിലാക്കിയ പോയിൻ്റാണ്. കൺസിഡർ എ ബോഡി ഫാളിങ് ഫ്രം റെസ്റ്റ്. ഓക്കെ, ഫാളിങ്, അപ്പോൾ യു ഇസ് ഈക്വൽ ടു 0 എന്ന് മനസ്സിലായി. ഹൈറ്റ് കവേർഡ് ഡ്യൂറിങ് nth സെക്കൻഡ്. അപ്പോൾ HN ഈസ് ഈക്വൽ ഏതാ ഇക്വേഷൻ? U + ½ A × 2n - 1. ഇതാണ് ഇക്വേഷൻ. അതിൽ യു പോയി, അപ്പോൾ യു പോയാൽ ബാക്കി ആരുണ്ടാവുക? 2n - n 2n - 1 × ½ A × 2n - 1. അപ്പോൾ എ ആരാണ്? ജി, വെർട്ടിക്കൽ മോഷനാണ്. അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ½ G × 2n - 1 AGI. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം G/2 എന്താ? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ HN പ്രൊപ്പോർഷണൽ ടു 2n - 1. മനസ്സിലായോ? നമ്മളോട് പറഞ്ഞെന്താ? ഹൈറ്റ് ത്രൂ വിച്ച് എ ബോഡി ഫാൾസ് in first second, second second, third second, etc. are in the ratio 1:3:5 ആണല്ലോ. നോക്കാം, ഇതെങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക? സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്, മനസ്സിലായോ? അപ്പോൾ U = 0. എ ബോഡി ഈസ് മൂവിങ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ. അതിന് എക്സാമ്പിളാണ് വെർട്ടിക്കൽ ഡൗൺവേർഡ് മോഷൻ. അല്ലാത്ത കേസിൽ ഇത് പറ്റൂ, എ കോൺസ്റ്റൻ്റ് ആയാൽ മതി. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഡിസ്റ്റൻസസ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് കവേർഡ് ബൈ ദ ബോഡി ഡ്യൂറിങ് ഫസ്റ്റ് സെക്കൻഡ്, സെക്കൻഡ് സെക്കൻഡ്, തേർഡ് സെക്കൻഡ്, എക്സെട്ര എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നോക്കൂ, H1 = H2 = H3 = എക്സെട്ര. ഇതെന്താണെന്ന് ചോദിക്കും. അപ്പോൾ H1 എങ്ങനെയാണ്? n-ന് 1 കൊടുക്കുക. അപ്പോൾ 2 × 1 2, 2 - 1 1. അപ്പോൾ ഇവിടെ 1 കിട്ടി, ഈക്വൽ ടു 1:2. H2 വരാം, n-ന് 2 കൊടുക്കുക. 2 × 2 4, 4 - 1 3. കണ്ടാ? H3യോ 3 കൊടുക്കുക. 2 × 3 6, 6 - 1 5. ഇനി കൊടുക്കണമെങ്കിലോ അടുത്ത് n-ന് നോക്കൂ, തേർഡ് സെക്കൻഡ് കഴിഞ്ഞ് ഫോർത്ത് സെക്കൻഡ് കൊടുക്കുക. അപ്പോൾ 2 × 4 8, 8 - 1 7. അപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ റേഷ്യോ ആയിട്ട് അവിടെ കിട്ടുക. മനസ്സിലായോ? അതാണ് 1:3:5 എക്സെട്ര. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്. ഇത് ടെക്സ്റ്റ് ബുക്ക് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ള പേരാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ് ഇങ്ങനെ ബോൾഡാക്കി കൊടുത്ത് കാണാൻ പറ്റും.
എന്താ സാധനം എൻട്രൻസിനും സ്ഥിരമായിട്ട് ചോദിക്കുന്നത്, സ്ഥിരമായിട്ട് മീൻസ് പിന്നെ സ്ഥിരമായിട്ടല്ല, വല്ലപ്പോഴായിട്ട് എൻട്രൻസിനും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതായത് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എ ബോഡി ഈസ് മൂവിങ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഡിസ്റ്റൻസസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കവേർഡ് ഡ്യൂറിങ് ദ ഫസ്റ്റ് സെക്കൻഡ്, തേർഡ് സെക്കൻഡ്. അവിടെ ഭയങ്കര മാറ്റമാണ്. അവിടെ തിരിച്ചാണ് ചോദ്യമെങ്കിലോ, ഇനി അടുത്ത് ഞാൻ പറയാൻ പോണ പോയിന്റ് വേറെയാണ്, അത് കൺഫ്യൂഷൻ ആയിരുന്നത്. അതെന്താ പറയുക, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ലേ, 1 സെക്കൻഡ് ഉണ്ട്. ഓക്കെ, അവിടെ എന്താ ചോദിക്കാറ്, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് മൂവ്സ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ. ഇതേപോലെ ഇങ്ങോട്ട് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസസ് കവേർഡ് ഡ്യൂറിങ് ഫസ്റ്റ് സെക്കൻഡ്, തേർഡ് സെക്കൻഡ് പകരം 1 സെക്കൻഡ്, 2 സെക്കൻഡ്സ്, 3 സെക്കൻഡ്സ് എക്സെട്ര. അപ്പോൾ അതിന് ഇക്വേഷൻ വേറെ, അതിന് S=UT + ½ t² എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് അല്ലേ. നമുക്ക് H=, വെർട്ടിക്കൽ ഡൗൺവേർഡ് ആണെങ്കിൽ AUT + ½ GT². സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആയതുകൊണ്ട് ഇത് പോയി, അപ്പോൾ ½ GT² മാത്രം കണ്ട. ഇത് T സെക്കൻഡ്സ്, അപ്പോൾ ½ G കോൺസ്റ്റൻറ്റ്, അപ്പോൾ H പ്രൊപ്പോർഷണൽ ടു T². അപ്പോൾ ആദ്യത്തെ 1 സെക്കൻഡ്, രണ്ടാമത്തെ സെക്കൻഡ്, മൂന്നാമത്തെ സെക്കൻഡ്. അത് മൂന്നാമത്തെ വെച്ചാൽ കോൺസ്റ്റൻ്റ് ആയാൽ മതി. അപ്പോൾ അത് Tക്ക് കൊണ്ട് കൊടുക്കുക. അപ്പോൾ 1 സെക്കൻഡ് Tക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ 2 സെക്കൻഡ് അങ്ങനെ കൊടുത്ത് പോവുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1² = 2² = 3² എക്സെട്ര എന്നാണ് കിട്ടുക. കണ്ടോ, അതാണ് 1:4:9. നിങ്ങൾ അപ്പോൾ ഈ പിന്നെ 4th പോയിൻറ്റും ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ സംസാരിച്ച 3rd പോയിൻറ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, എന്നിട്ട് അത് പിന്നെ പഠിക്കാനും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഡൗട്ടുള്ള കാര്യം എന്നോട് ചോദിക്കുക കേട്ടോ. ഓക്കെ, നോട്ട്സിൽ ഞാൻ ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ആക്സലറേഷൻ ടൈം, വെലോസിറ്റി ടൈം, പൊസിഷൻ ടൈം ഗ്രാഫ്സ് ഓഫ് എൻ ഒബ്ജക്റ്റ് അണ്ടർ ഫ്രീ ഫോൾ ഉള്ളതിൻ്റെ AT ഗ്രാഫ്, VT ഗ്രാഫ്, HT ഗ്രാഫ്. AT ഗ്രാഫ് എന്താ ഒന്നും നോക്കാനില്ല, സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. കാരണം എന്താ, A കോൺസ്റ്റൻ്റ് ആണ്, A = -G. അപ്പോൾ ആ മൈനസ് അതാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തത്, മനസ്സിലായല്ലോ. ഓക്കെ, ഇനി VT ഗ്രാഫ് A കോൺസ്റ്റൻ്റ് ആണെങ്കിൽ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, സ്ട്രേറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ്. അവിടെ നെഗറ്റീവ് പിന്നെ ആക്സലറേഷനാണ്, അപ്പോൾ സ്ലോപ്പ് എന്താണ്, നെഗറ്റീവ്. അതുകൊണ്ട് നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ പൊസിഷൻ ടൈം ഗ്രാഫ്, യൂണിഫോം ആക്സലറേഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക, നെഗറ്റീവ് ആക്സലറേഷനാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മളിത് വരച്ചത് നമുക്ക് അവിടെ കിട്ടിയിരുന്നത് നമ്മൾ ഈ രൂപത്തിൽ ഇങ്ങോട്ടായിരുന്നു വരച്ചിരുന്നത്. ഇവിടെ നമ്മളിത് പൊസിഷന് പിന്നെ ഫ്രീ ഫാൾ അല്ലേ, ഫ്രീ ഫാൾ പറയുമ്പോൾ നമുക്ക് ഈ ഏറ്റവും ഉയർന്ന പൊസിഷനെ നമ്മൾ ഒറിജിനാക്കി എടുത്ത് പിന്നെ അവിടുന്ന് താഴോട്ട് ഇങ്ങനെ ഫാൾ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ താഴോട്ട് ഇങ്ങോട്ട് വരച്ചു. ഓക്കെ, ഇതിന് ഇവിടെ നിങ്ങൾ പോസിറ്റീവായിട്ട് വരച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതാണ് ഏറ്റവും ഉത്തമം. എന്താ കുഴപ്പമില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്നുള്ളത് വിശദീകരിക്കാനുള്ള സമയമില്ല. അപ്പോൾ നിങ്ങളത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ കാണിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. മറ്റേ നമുക്ക് റെഗുലർ ക്ലാസ്, ഫേസ് ടു ഫേസ് ക്ലാസ്സൊക്കെ തുടങ്ങിയതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കാം. 2 പോയിന്റുകളും കൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ് അല്ലേ. ഒരു കാറൊക്കെ പോകുന്ന സമയത്ത് ബ്രേക്ക് ചെയ്താൽ അവിടെ വണ്ടിക്കോ, ബ്രേക്കാണ് ചവിട്ടുമ്പോൾ വണ്ടിക്കോ അങ്ങനെ നിൽക്കാൻ പാടില്ല. അങ്ങനെ നിന്നാൽ വണ്ടി നിൽക്കല്ലേ ചെയ്യുക, വണ്ടി മറയുക ചെയ്യുക അല്ലേ. അപ്പം ബ്രേക്ക് നമ്മൾ ചെയ്ത് വണ്ടി നിൽക്കുന്നതിനിടയിൽ ട്രാവൽ ചെയ്യുന്ന കുറച്ച് ദൂരമുണ്ട്. ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. When brakes are applied to a moving vehicle, the distance it travels before coming to rest is called stopping distance. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി എന്താ, 0. നമ്മളൊരു ഇനീഷ്യൽ വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെ കയ്യിൽ നമുക്ക് V² = U² + 2as എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ഫൈനൽ വെലോസിറ്റി 0, ഇനീഷ്യൽ വെലോസിറ്റി U². ഇനീഷ്യൽ വെലോസിറ്റി പറഞ്ഞാൽ തുടങ്ങുമ്പോഴല്ല, ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്ന സമയത്തുള്ള വെലോസിറ്റിയാണ്. പിന്നെ റിട്ടാർഡേഷൻ ആണല്ലോ, ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സമയത്ത് വെലോസിറ്റി കുറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ആക്സലറേഷൻ എന്താ, നെഗറ്റീവ്. ഈ നെഗറ്റീവാണ് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ എടുത്തെഴുതാം, അല്ലെങ്കിൽ അവസാനം നെഗറ്റീവോട് കൂടി റെപ്രസെൻറ്റ് ചെയ്യാം. പറയാം, ഞാൻ ഇവിടെ എടുത്തെഴുതി മൈനസ്. അപ്പോൾ ഈ ഏൻ്റെതാണ് ഈ മൈനസ് കേട്ടോ. റിട്ടാർഡേഷൻ ഡീസലറേഷൻ ആയതുകൊണ്ട് -2a × ds പറഞ്ഞാൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന് ഒരു സിമ്പിൾ കൊടുക്കുന്നുള്ളൂ കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. S വെച്ചിട്ട് തന്നെ പോയാലും മതി. അപ്പോൾ ഇയാളെ പുറത്ത് കൊണ്ടുപോകുക. അപ്പോൾ 2a ds = U² കിട്ടും. അപ്പോൾ ds = U² / 2e. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുത്തിട്ട് ചില പുസ്തകങ്ങളിൽ നിങ്ങൾ അങ്ങനെ കാണാം. DS എന്നിടണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾ S ഇട്ടാലും ഒരു കുഴപ്പമില്ല. -U² / 2e എന്നിടാം. അതെന്താ സംഭവം, അത് നമ്മളിവിടെ ഇട്ട് കൊടുത്ത മൈനസ് അവസാനം വന്നു നമ്മൾ ആ മൈനസ് ആദ്യം ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും ഞാൻ ഫോളോ ചെയ്യാം.
ഓക്കെ. ആക്സലറേഷൻ പിന്നെ ഒരു രണ്ട് മൈനസും കൂടി ഇടരുത്. ഇക്വേഷനിൽ മൈനസ് ഇട്ട് പിന്നെയും മൈനസ് ഇട്ട് ആകെപ്പാട് വൃത്തികേടാക്കരുത്. ഓക്കെ, അത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമാവും. അപ്പോൾ ദിസ് ഈസ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് യൂസ് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് u²/2 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ ഒരു കാര്യമാണ് റിയാക്ഷൻ ടൈം. റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ലാപ്സായി പോകുന്ന ടൈമാണ് റിയാക്ഷൻ ടൈം. ഫോർ എക്സാമ്പിൾ, ഓക്കെ, അപ്പോൾ നോക്കൂ, ഇപ്പം ഞാൻ ഈ ഒരു പിന്നെ ഒബ്ജക്റ്റ് ഞാൻ ഇവിടുത്തെ ഡ്രോപ്പ് ചെയ്യാണ്. ഇത് എൻ്റെ കയ്യിൽ ആണിത്, പക്ഷേ ഇത് വേറൊരാളിതാണെന്ന് വിചാരിക്കണമെങ്കിൽ എന്നിട്ട് അയാളോട് ഞാൻ പറഞ്ഞു ഞാൻ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം പിടിക്കാൻ പറഞ്ഞു. ഡ്രോപ്പ് അപ്പോൾ ആദ്യം പിടിച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല. ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നത് എപ്പോഴാണോ കേട്ടോ ഡ്രോപ്പ് ചെയ്യുന്നത്, ആ ഡ്രോപ്പ് ചെയ്യുന്നതാണോ അവൻ നോക്കിക്കുന്നത്. എന്നിട്ട് അവനോട് ഞാൻ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം പിടിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചെറിയ സാധനത്തിൽ ഞാൻ ഡ്രോപ്പ് ചെയ്താൽ അവന് പിടുത്തം കിട്ടില്ല. അവങ്ങളിരിക്കും ഞാൻ ഈസി ആയിട്ട് പിടിക്കണ്ടല്ലോ അല്ലേ. ഞാൻ പിടിക്കണതിന് കാരണം എന്താ വെച്ചാൽ ഇത് രണ്ടും ഞാനാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടുന്ന് വിട്ടോ പിടിച്ചോ, ഈ മെസ്സേജ് തലേന്ന് ഒരുമിച്ച് കൊടുക്കുന്നത്, വിട്ടോ പിടിച്ചോ കണ്ടാ. മറ്റേത് അങ്ങനെയല്ല, മറ്റേത് അവൻ ഇങ്ങനെ നോക്കിക്കുക ഞാൻ അത് പിന്നെ വിടുന്നത് ഞാൻ വിട്ട് അപ്പം വിടണവൻ കാണുന്നത് ശരിക്കാരെ കണ്ണാണ്. അതുകൊണ്ട് അവൻ അറിയണില്ല. കണ്ണത് കണ്ട് വിവരം കൊടുക്കുന്നത് ബ്രെയിനിൽ കൊടുത്ത് പിന്നെ ബ്രെയിന് രണ്ടാമതായി കൈക്ക് വിവരം കൊടുക്കണം എന്നാൽ പിടിച്ചുവിടുന്നു. അപ്പോഴത്തേന് ഈ സാധനം ഡ്രോപ്പ് ചെയ്ത് താഴേക്ക് എത്തിയിട്ടുണ്ടാവും. ഇത് നിങ്ങൾ തന്നെ ചെയ്താൽ മനസ്സിലാവില്ല, നിങ്ങൾ വേറൊരുത്തനെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കുക, അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ആ ടൈമിനാണ് നമ്മൾ റിയാക്ഷൻ ടൈം എന്ന് വിളിക്കുന്നത്. റിയാക്ഷൻ ടൈം ഇറ്റ് ഈസ് ദ ടൈം ഡിലേ ടു ആക്ട് ആഫ്റ്റർ ഒബ്സർവിങ് ഓർ ഫീലിംഗ് എൻ ഈവൻറ്റ്. While driving, suddenly a person appears on the road. The time elapsed by the driver before brakes applied is the reaction time. ഇത് ചിലർക്ക് നല്ല റിയാക്ഷൻ ടൈം വളരെ കുറവായിരിക്കും, അപ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ കഴിയും. ചിലർക്ക് റിയാക്ഷൻ ടൈമൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതിന് റോട്ടിൽ ഒരു നായായിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ട് പിന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ആ മെസ്സേജൊക്കെ കൊടുത്ത് അപ്പോൾ ഇതിന് നായൻ്റെ മേലെ കൂടെ ഒക്കെ കയറി വണ്ടി എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഒരു പിന്നെ പ്രോസസ്സ് നമ്മൾ കണ്ടിട്ട് അതിനോട് റിയാക്ട് ചെയ്യുന്നതിന് ഇടയിൽ നഷ്ടപ്പെട്ടു പോയ ടൈമിനാണ് നമ്മൾ വിളിക്കുന്നത് റിയാക്ഷൻ ടൈം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലാസ്സോട് കൂടി നമുക്ക് നമ്മുടെ ടോപ്പിക്ക് ഫിനിഷ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഞാൻ നമുക്ക് ട്രൈ ചെയ്യാം. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഭാഗത്തുള്ള പ്രോബ്ലം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. താങ്ക് യു.